സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മലപ്പുറം എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സമീർ ചേരുന്നത്. സമീർ, എത്രത്തോളം സന്തോഷത്തിലാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ? പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്കൂൾ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇവരുടെ പ്രതികരണം? ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ ജില്ല മലപ്പുറവും കൂടിയാണല്ലോ. പ്രവിധ, ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ വലിയ ആത്മവിശ്വാസത്തിലും വലിയ പ്രതീക്ഷയിലുമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്കൂൾ കൂടിയാണ് ഇത്. 2086 കുട്ടികളാണ് ഈ PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഫുൾ A+ ഉള്ള ഒരു സ്കൂൾ കൂടിയാണ് ഇത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വിദ്യാർത്ഥികളൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. 4 മണിക്ക് ശേഷം മാത്രമേ എത്ര A+ സ്കൂളിലുണ്ട് വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. വലിയ സന്തോഷത്തിനും പ്രതീക്ഷയിലാണോ? അതെ, വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും റിസൾട്ട് അല്ലേ. എല്ലാവർക്കും പേടിയുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നു എല്ലാവർക്കും ഫുൾ A+ ഉണ്ടാവും നമ്മുടെ സ്കൂളിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 400-ലധികം A+ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ വിചാരിക്കുന്നു. ഭയങ്കര തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയത്. അതെ, നൈറ്റ് ക്യാമ്പ്സ് ആയിട്ടും പലതരത്തിലുള്ള ടെസ്റ്റൊക്കെ തന്നിട്ടും ടീച്ചേഴ്സും മാനേജറും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിലായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫുൾ മോട്ടിവേഷനൊക്കെ തന്നിരുന്നു. കട്ട വെയിറ്റിംഗ് ആണ് റിസൾട്ടിന് വേണ്ടി. പ്രവിധ, നമുക്ക് അധ്യാപകരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണം കൂടി കടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷമായി ഏറ്റവും കൂടുതൽ A+ നേടുന്ന ഒരു സ്കൂളാണ്. ഒപ്പം കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ്. ഇത്തവണ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം അറിയാൻ കാത്തിരിക്കുന്നുള്ളൂ. എന്താണ് തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതേപോലെ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ A+ കിട്ടുന്നതിൻ്റെ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. പ്രവിധ, കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒപ്പം തന്നെ ടീച്ചേഴ്സും ഒക്കെ ഇവിടെ തയ്യാറെടുപ്പിലാണ്. ലഡുവൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. 4 മണിക്ക് റിസൾട്ട് പൂർണ്ണ അർത്ഥത്തിൽ ലഭിക്കുന്ന ഘട്ടത്തിൽ ഈ കേക്കൊക്കെ ലക്ഷ്യമിക്കണം, ഈ ലഡുവൊക്കെ നൽകി വലിയ ആഘോഷത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ തന്നെ തീരുമാനം എന്നുള്ളതാണ്. വിദ്യാർത്ഥികളും വലിയ ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ തന്നെ ഇവിടെ പ്രകടിപ്പിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ഇത് അറിയാനുള്ള കാത്തിരിപ്പുള്ളത്. എങ്ങനെയുണ്ട്? വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങൾ 2085 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി മുഴുവൻ കുട്ടികളും വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ A+കാരുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജറുടെ നേതൃത്വത്തിലുള്ള ടീം, കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും HM ഉൾപ്പെടെയുള്ള എല്ലാവരും അണിനിരക്കുന്ന വളരെ വലിയ സന്തോഷ വാർത്ത പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ശുഭമുഹൂർത്തത്തിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഞങ്ങൾ മാനേജർ ഇവിടെയുണ്ട്, ഞങ്ങൾ കൂടെ ഉണ്ട്. സാർ ഞങ്ങൾ കൂടെ ചേരുന്നതാണ്. ലഡുവൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേ? അതെ അതെ, മധുരം കഴിഞ്ഞിട്ട്. പ്രവിധ, ഇങ്ങനെ വലിയ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥികളൊക്കെ തന്നെ. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഈ റിസൾട്ട് വരാനുള്ളത്. പൂർണ്ണമായും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ A+ തങ്ങളുടെ സ്കൂളിലും ഏറ്റവും വലിയ റിസൾട്ട് തങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് വിദ്യാർത്ഥികളൊക്കെ തന്നെ പങ്കുവെക്കുന്ന ഒരു പ്രതീക്ഷ. പ്രവിധ, സമീർ, എന്തായാലും വലിയ പ്രതീക്ഷ അവിടുത്തെ വിദ്യാർത്ഥികൾ പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ അധ്യാപകരും പുലർത്തുന്നുണ്ട്. 2085 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പരീക്ഷ എഴുതിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധ്യാപകർ പറയുന്നതനുസരിച്ച് 100% വിജയം അവർക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ. ലഡുവൊക്കെ തയ്യാറാക്കി വെച്ച് ഇരിക്കുന്ന ആ വിദ്യാർത്ഥികൾക്ക് മുൻപിലേക്ക് 4 മണിക്കായിരിക്കും ഈ റിസൾട്ട് എത്തുക. എന്തായാലും ഇത്രയധികം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയ സാഹചര്യത്തിൽ അവരുടെ മറ്റ് പ്രതികരണം കൂടി തേടാമെന്ന് തോന്നുന്നു. പ്രവിധ, തീർച്ചയായും നമുക്ക് ഇവർ വലിയ പ്രതീക്ഷയാണ്. കാരണം ഇനി നിമിഷങ്ങൾ മാത്രമാണ് അതിനായി ഉള്ളത്. എങ്ങനെയാണ്? വലിയ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് അല്ലേ? ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തന്നെയായിരുന്നു 100% വിജയം. ഏറ്റവും കൂടുതൽ A+ നേടി ഞങ്ങളുടെ സ്കൂൾ തന്നെയായിരുന്നു. ഇത്തവണ ആ ചരിത്രം ആവർത്തിക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിപുലമായ ഒരു സംവിധാനങ്ങളായിരുന്നു പരീക്ഷ മുൻകൂട്ടിയൊക്കെ തയ്യാറെടുപ്പൊക്കെ തന്നെ വലിയ സംവിധാനങ്ങളായിരുന്നു ഒരുക്കിയത്. തീർച്ചയായിട്ടും നമ്മൾ തുടക്കം മുതൽ കഴിഞ്ഞ വർഷം ജൂൺ മുതൽ തന്നെ നമ്മൾ SLC പരീക്ഷയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. വിവിധങ്ങളായ ക്യാമ്പുകളും ഒരുക്കം എന്ന ക്യാമ്പ്, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പുകൾ ഓരോ വിഭാഗത്തിലുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മൊഡ്യൂളുകൾ കൊടുക്കുക, സബ്ജക്റ്റ് വൈസുള്ള ക്യാമ്പുകളെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോട് കൂടിയിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. വിദ്യാർത്ഥികൾ തന്നെ സ്വാഭാവികമായും ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആരും ടെൻഷൻ, എല്ലാവരും ഭയങ്കര റിലാക്സ്ഡും ഭയങ്കര സന്തോഷമാണ്. എന്താണ് ഇതിനൊക്കെ ഒരു കാരണം? അത് നമ്മുടെ ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും. നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളോട് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇടപെടുന്നതും. കുട്ടികൾക്ക് പരീക്ഷയുടെ സമ്മർദ്ദം അങ്ങനെ കൊടുക്കാതെ അവരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് റിലാക്സ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളിലാണെങ്കിലും ക്യാമ്പുകളിലാണെങ്കിലും ഒക്കെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതും. അതിന് വേണ്ടിയിട്ട് മെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ കുട്ടിക്കും ഓരോ അധ്യാപകരെ കൊടുത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വിവരങ്ങളാണ് സമീർ ബിൻ കരീം നൽകിയത്.